പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഈ വർഷം നടപ്പിലാക്കിയിട്ടുള്ള 4-year ഡിഗ്രി അതിലെ BA എക്കണോമിക്സ് ഓണേഴ്സ്, BA എക്കണോമിക്സ് വിത്ത് ഇസ്ലാമിക് ഫിനാൻസ് ഓണേഴ്സ്, BA ഡെവലപ്മെന്റ് എക്കണോമിക്സ്, BA എക്കണോമിക്സ് വിത്ത് ഫോറിൻ ട്രേഡ്, BA എക്കണോമെട്രിക്സ് ആൻഡ് ഡാറ്റ മാനേജ്മെന്റ് എന്നീ വിദ്യാർത്ഥികളുടെ ഫസ്റ്റ് സെമസ്റ്ററിലെ മേജർ സബ്ജക്റ്റ് ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ്. അതിന്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ടാവും. അതിലൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തുകൊണ്ട് അതിന്റെ ആൻസർ കീ എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കി വെക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഇതിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ, ഈ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത് എല്ലാ ക്വസ്റ്റ്യനും എന്താണ് അപ്ലിക്കേഷൻ ലെവലിലാണ് ക്വസ്റ്റ്യനുകൾ ചോദിച്ചത്. അതുപോലെ വരണം എന്നില്ല. ഇത് നമുക്ക് ലഭ്യമായിട്ടുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. അടുത്തൊരു മോഡൽ ക്വസ്റ്റ്യന്റെ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പറഞ്ഞു തരും. അത് ഡയറക്റ്റ് ആണ് അധിക ക്വസ്റ്റ്യൻ ഉള്ളത്. അപ്പോൾ നമുക്ക് ഇതിലെ കാര്യങ്ങൾ നോക്കാവുന്നതാണ്. ആദ്യം തന്നെ ആദ്യത്തെ ക്വസ്റ്റ്യൻ 3 മാർക്സിനാണ്. വളരെ കൃത്യമായിട്ട് എക്കണോമിക്സ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഗ്രാഫ് ഉണ്ടെങ്കിൽ അത് വരക്കാൻ ശ്രമിക്കുക. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് ഗ്രാഫ് വരക്കാൻ പറ്റുമെങ്കിൽ അത് ഗ്രാഫ് വരക്കുന്നത് നല്ലതാണ്. ഇല്ലാത്തതിന് നമുക്ക് ഗ്രാഫ് ഉണ്ടാക്കാൻ പറ്റില്ല. ഇതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചത് എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് വിത്ത് പ്രാക്ടിക്കൽ എക്സാമ്പിൾ. അപ്പൊ എന്താണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് എഴുതണം, അതിന്റെ ഒരു എക്സാമ്പിൾ എഴുതണം. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഈസ് ദ വാല്യൂ ഓഫ് നെക്സ്റ്റ് ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് ഫോർഗോൺ വെൻ മേക്കിംഗ് എ ചോയ്സ്. ഒരു ചോയ്സ് എടുക്കുമ്പോൾ നമ്മൾ മറ്റൊരു ചോയ്സ് നഷ്ടപ്പെടുത്തിക്കൊണ്ടായിരിക്കും. അതിന്റെ നെക്സ്റ്റ് ബെസ്റ്റ് ആൾട്ടർനേറ്റീവിന്റെ വാല്യൂവിനെയാണ് എന്ത് പറയാം, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു സ്റ്റുഡന്റ് ചൂസസ് ടു അറ്റൻഡ് കോളേജ്. ദ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഈസ് ദ ഇൻകം ദേ കുഡ് ഹാവ് ഏൺഡ് ബൈ വർക്കിംഗ് ഇൻസ്റ്റീഡ്. ഇറ്റ് ഹൈലൈറ്റ്സ് ദ ട്രേഡ് ഓഫ് ഇൻവോൾവ്ഡ് ഇൻ റിസോഴ്സ് അലോക്കേഷൻ. ഒരു വിദ്യാർത്ഥി കോളേജിൽ ചേർന്നു പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ കുട്ടി നഷ്ടപ്പെടുത്തിയ ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇൻകം ദേ കുഡ് ഹാവ് ഏൺഡ് ബൈ വർക്ക് ഇൻസ്റ്റീഡ്. അതിന് പകരം ഒരു വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഇൻകം കിട്ടിയിരുന്നു. അതാണ് അതിന്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഹൈലൈറ്റ് ചെയ്യുന്ന ട്രേഡ് ഓഫ് ഇൻവോൾവ് ഇൻ റിസോഴ്സ് അലോക്കേഷൻ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ ഡു റാഷണൽ ഇൻഡിവിജ്വൽ മേക്ക് ഡിസിഷൻ അറ്റ് മാർജിൻ പ്രൊവൈഡ് റിയൽ വേൾഡ് അപ്ലിക്കേഷൻ. എന്താണ് മാർജിനൽ ബെനിഫിറ്റ്, മാർജിനൽ അനാലിസിസ് എന്ന് അറിയാം. മാർജിനൽ ബെനിഫിറ്റ് എന്ന് പറയാൻ എക്സ്ട്രാ ബെനിഫിറ്റ് ഫ്രം അഡീഷണൽ യൂണിറ്റ്. നമ്മൾ അഡീഷണൽ യൂണിറ്റ് ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എക്സ്ട്രാ ബെനിഫിറ്റിനെ എന്ത് പറയുന്നത്, മാർജിനൽ ബെനിഫിറ്റ് എന്ന്. മാർജിനൽ കോസ്റ്റ് ആണ് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എക്സ്ട്രാ കോസ്റ്റ്. നമ്മളൊരു സാധനം പ്രൊഡ്യൂസ് ചെയ്യാണ്, അതിൽ 1 more യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന കോസ്റ്റിനെ എന്താ മാർജിനൽ കോസ്റ്റ് എന്ന് പറയും. ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് എന്ത്, മാർജിനൽ. അപ്പൊ റാഷണൽ പീപ്പിൾ ഇത് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന്റെ ഉണ്ടാവുന്ന അഡീഷണൽ ബെനിഫിറ്റ് എന്തിനെക്കാട്ടി കൂടുതലായിരിക്കും, മാർജിനൽ കോസ്റ്റിനെക്കാട്ടിലും കൂടുതലാകുമ്പോഴാണ് ആ ഡിസിഷൻ ഒരാൾ എടുക്കുക. നമ്മൾ ഒരു സാധനം വാങ്ങുക, അതിൽ നിന്ന് ഉണ്ടാവുന്ന ബെനിഫിറ്റ് നോക്കിയിട്ടാണ്. അതിനുണ്ടാവുന്ന കോസ്റ്റിനെക്കാട്ടി കൂടുതൽ അതിന്റെ ബെനിഫിറ്റ് ഉണ്ടായിരിക്കണം. എ കോഫി ഷോപ്പ് ഡിസൈഡിങ് വെദർ ടു എക്സ്റ്റെൻഡ് ബിസിനസ് അവേഴ്സ് കാൽക്കുലേറ്റ് ദ അഡീഷണൽ റവന്യൂ അഗൈൻസ്റ്റ് അഡീഷണൽ ലേബർ ആൻഡ് ഇലക്ട്രിസിറ്റി കോസ്റ്റ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോഫി ഷോപ്പ് തുടങ്ങാൻ ഒരാൾ ഉണ്ട്, അത് എക്സ്റ്റെൻഡ് ചെയ്യാണ് അതിന്റെ അഡീഷണൽ സമയം. അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും, അതിൽ ജോലിക്കാർക്ക് സാലറി കൊടുക്കേണ്ടി വരും, ഇലക്ട്രിസിറ്റി കോസ്റ്റ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇയാൾ കാണുന്ന എന്തായിരിക്കും, അതിൽ നിന്ന് കിട്ടുന്ന അഡീഷണൽ റവന്യൂ കാൽക്കുലേറ്റ് ചെയ്യും, അവിടെ നിന്ന് ഉണ്ടാകുന്ന കോസ്റ്റ് എടുക്കും. കോസ്റ്റ് അഡീഷണൽ ആണ്, കോസ്റ്റിനെക്കാട്ടി കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഡിസിഷൻ എടുക്കുള്ളൂ. ഓക്കെ, ഡിസ്കസ് ഹൗ ഇൻസെന്റീവ് ക്യാൻ ഇൻഫ്ലുവൻസ് എക്കണോമിക് ബിഹേവിയർ ഇൻ വർക്ക് പ്ലേസ്. വർക്ക് പ്ലേസിൽ ഇൻസെന്റീവ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, എങ്ങനെയാണ് അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. നമുക്കറിയാം എല്ലാ മനുഷ്യരും ഇൻസെന്റീവ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ ഉണ്ടാകുന്ന ഇൻസെന്റീവ് മോണിറ്ററി ആയിരിക്കാം, നോൺ മോണിറ്ററി ആയിരിക്കും. ഇതെന്ത് ചെയ്യും, ആളുകളെ എംപ്ലോയീസ് പെർഫോം ചെയ്യുന്നതിൽ മോട്ടിവേറ്റ് ചെയ്യും. ഇപ്പൊ ഒരു ഉദാഹരണം പറയണേ, 2 അസൈൻമെന്റ് ചെയ്താൽ ഒരു ഉദാഹരണം പറയാം, ഇന്ത്യ ആൾ കൂടുതൽ കിട്ടുന്ന നമ്മൾ കൂടുതൽ ചെയ്യാം. അതേപോലെ തന്നെ പല ഇൻസെന്റീവുകളുണ്ട്. അപ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് പെർഫോമൻസ് ബേസ്ഡ് ബോണസസ് എൻകറേജ് എംപ്ലോയീസ് ടു എക്സീഡ് സെയിൽസ് ടാർഗറ്റ്, ഇംപ്രൂവ് ഓവറോൾ പ്രൊഡക്ടിവിറ്റി. നെഗറ്റീവ് ഇൻസെന്റീവ് ലൈക്ക് പെനാൽറ്റി ഫോർ ഡിലേസ് ആൻഡ് ഡേറ്റർ ഇൻഎഫിഷ്യൻസി. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട, പല കമ്പനികളും പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ ടാർഗറ്റ് കൊടുക്കും. ആ ടാർഗറ്റ് എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കൂടുതൽ ഉണ്ടാവും തോറും നമുക്ക് ബെനിഫിറ്റ് കൂടും. ഒരു മാസത്തേക്ക് 15 ടാർഗറ്റ് എങ്കിൽ 16 ആയി കഴിഞ്ഞാൽ അഡീഷണൽ ആയിട്ട് ബെനിഫിറ്റ് കിട്ടും. അപ്പോൾ അതെന്ത് ചെയ്യുക, കമ്പനിയുടെ ഓവറോൾ പ്രൊഡക്ടിവിറ്റി കൂടും. നെഗറ്റീവ് ആയിട്ടുള്ള ഇൻസെന്റീവ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു കാര്യം ഡിലേ ആയി കഴിഞ്ഞാൽ പെനാൽറ്റീസ് ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, നമ്മളെ ഇൻഎഫിഷ്യൻസിയെ ഉണ്ടാക്കുന്നതിന് കാരണമാകും. ഇലിസ്ട്രേറ്റ് ഹൗ ട്രേഡ് ക്യാൻ മേക്ക് എവരി വൺ ബെറ്റർ ഓഫ് യൂസിങ് എക്സാമ്പിൾ ഫ്രം ഇന്റർനാഷണൽ ട്രേഡ്. എന്ന് പറഞ്ഞാൽ ട്രേഡ് അലോസ് കൺട്രീസ് ടു സ്പെഷ്യലൈസ് ഇൻ പ്രൊഡ്യൂസിംഗ് ഗുഡ്സ് ദേ ക്യാൻ മേക്ക് എഫിഷ്യൻറ്റ്ലി ആൻഡ് ഇമ്പോർട്ട് അതേഴ്സ് ഇൻക്രീസിംഗ് ഓവറോൾ വെൽഫെയർ. ഒരു എക്കോണമിയിൽ ഇന്റർനാഷണൽ ട്രേഡ് എടുക്കുകയാണെങ്കിൽ, ട്രേഡ് ഉണ്ടെങ്കിൽ ആ രാജ്യം എന്ത് ചെയ്യും, അവർക്ക് കഴിയുന്ന പ്രൊഡക്റ്റ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും.
ട്രേഡ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, ആ രാജ്യത്തിന് ആവശ്യമുള്ള മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. മറ്റേതാണ് എല്ലാവർക്കും കൊടുക്കാൻ പറ്റും, എല്ലാ രാജ്യത്തിലേക്കും. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, അതിൽ അവർക്ക് സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു സാധനം തന്നെ കൂടുതലായിട്ട് ഉപയോഗിക്കും, നമ്മൾ അതിൽ സ്പെഷ്യലൈസ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും, അതിലൂടെ അവർക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും, അതിലൂടെ രാജ്യത്തിന്റെ വെൽഫെയർ കൂടും. ഇന്ത്യസ് എക്സ്പോർട്ട് IT സർവീസ് വെയർ ഇറ്റ് ഹാസ് എക്സ്പെർട്ടൈസ് വൈൽ ഇമ്പോർട്ടിംഗ് ക്രൂഡ് ഓയിൽ. ദിസ് സ്പെഷ്യലൈസേഷൻ ആൻഡ് എക്സ്ചേഞ്ച് ബെനിഫിറ്റ് ബോത്ത് ഇന്ത്യ ആൻഡ് ട്രേഡിംഗ് പാർട്ട്നേഴ്സ്. ഓക്കെ, ഇനി ഡിസ്ക്രൈബ് ദ റോൾ ഓഫ് ഗവൺമെന്റ് ഇൻ കറക്റ്റിംഗ് മാർക്കറ്റ് ഫെയിലിയർ വിത്ത് എ കറന്റ് എക്സാമ്പിൾ. ഗവൺമെന്റ് intervene when market fail to allocate resources efficiently, such as in case of externality and public goods. To reduce air pollution, government impose carbon taxes and subsidies renewable energy project എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഫെയിലിയർ ആവണം, റിസോഴ്സ് അലോക്കേഷനിൽ മാർക്കറ്റ് ഫെയിലിയർ ആയി കഴിഞ്ഞാൽ ഗവൺമെന്റ് അതിൽ കൃത്യമായിട്ട് ഇടപെടും. അതിന് എക്സ്റ്റേണാലിറ്റി പബ്ലിക് ഗുഡ്. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ പൊല്യൂഷൻ കുറക്കുന്നതിന് എന്ത് ചെയ്യും, ഗവൺമെന്റ് എന്ത് ചെയ്യും, പല ടാക്സുകളും. ഇപ്പൊ ഇന്ത്യയിൽ തന്നെ ഡീസലിന്റെ വണ്ടികൾ ഇത്ര കാലം കഴിഞ്ഞാൽ നിർത്തണമെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് സബ്സിഡി കൊടുക്കാറുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ സോളാർ പ്രൊജക്ടുകൾക്ക് സബ്സിഡി കൊടുക്കാറുണ്ട്. ഇതൊക്കെ ഗവൺമെന്റ് ചെയ്യുന്ന മാർക്കറ്റ് ഫെയിലിയർ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പദ്ധതിയാണ്. എക്സ്പ്ലെയിൻ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ വിത്ത് എ സിനാരിയോ ഓഫ് 2 ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ എൻ എക്കോണമി. നമുക്കറിയാം, ഒരു എക്കോണമിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന 2 ഗുഡ്സിന്റെ ഡിഫറെന്റ് കോമ്പിനേഷനുകൾ കൂടി ചേർന്നതാണ് എന്ത്, പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ. അതിന്റെ ഗ്രാഫ് വരക്കാൻ പറ്റുകയാണെങ്കിൽ വരക്കുന്നത് നല്ലതാണ്, എല്ലാവർക്കും അറിയുന്നതാണ്. ഇതാണ് അതിന്റെ ഗ്രാഫ്. അതിൽ അടയാളപ്പെടുത്തേണ്ട ഭാഗങ്ങളൊക്കെ അടയാളപ്പെടുത്തുക എന്നുള്ളതാണ് പറയാനുള്ളത്. എ കൺട്രി ക്യാൻ പ്രൊഡ്യൂസ്, നമുക്കറിയാം, ഇതിന്റെ ഉദാഹരണം പറയേണ്ട ആവശ്യമില്ലല്ലോ. 2 ഗുഡാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, 100 യൂണിറ്റ് ഓഫ് ഫുഡ്, 50 യൂണിറ്റ് ഓഫ് ക്ലോത്തിങ്. ഇഫ് ഇറ്റ് റീഅലോക്കേറ്റ് റിസോഴ്സ് ടു പ്രൊഡ്യൂസ് മോർ ക്ലോത്തിങ് ആൻഡ് ഫുഡ് output decreases reflecting operating costs. Okay, differentiate between microeconomics and macroeconomics using practical example. നമുക്ക് എല്ലാവർക്കും അറിയാം, മൈക്രോ എക്കണോമിക്സ് എന്നാൽ ഇൻഡിവിജ്വൽ യൂണിറ്റിന്റെ സ്റ്റഡിയാണ്. മാക്രോ എക്കണോമിക്സ് ആസ് എ ഹോൾ. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ, ഏതെങ്കിലും ഒരു കമ്പനിയുടെ പ്രൈസ് തീരുമാനിക്കുകയാണെങ്കിൽ അതിനെ മൈക്രോ എക്കണോമിക്സ് എന്ന് പറയും. ഒരു രാജ്യത്തിന്റെ ഇൻഫ്ലേഷൻ റേറ്റിനെ കുറിച്ചാണ് പഠിക്കുന്നതെങ്കിൽ അതിന് മാക്രോ എക്കണോമിക്സ് എന്ന് പറയും. ഹൗ ഡസ് ദ സർക്കുലർ ഫ്ലോ ഡയഗ്രാം റെപ്രസെന്റ് ഫംഗ്ഷനിങ് ഓഫ് എൻ എക്കോണമി. നമുക്കറിയാം സർക്കുലർ ഫ്ലോ എന്താണെന്നുള്ളത് ഹൗസ് ഹോൾഡ് ഫേമും തമ്മിലുള്ള ഇന്ററാക്ഷൻ ആണ്. അവിടെ ഹൗസ് ഹോൾഡ് എന്ത് ചെയ്യും, കയ്യിൽ എന്തുണ്ടാവും, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആയിട്ടുള്ള ലാൻഡ്, ലേബർ ഒക്കെ ഉണ്ടാവും. അത് ആരെടുക്കും, ഫേം എടുത്തിട്ട് ഫേം അത് ഉപയോഗിച്ചുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ട് വേജും റെന്റും ആർക്ക് കൊടുക്കും, ഹൗസ് ഹോൾഡിന് കൊടുക്കും. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഹൗസ് ഹോൾഡിന് ഇങ്ങനെ കിട്ടുന്ന ഇൻകം ഉപയോഗിച്ചുകൊണ്ട് അവര് ഫേമിന്റെ കയ്യിൽ നിന്ന് സാധനങ്ങൾ വാങ്ങും. അപ്പോൾ ആ സാധനങ്ങൾ അവർക്ക് കിട്ടും. ഇങ്ങനെയാണ് ഇതിന് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ഡയഗ്രാം വരയ്ക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ്. ഡിസ്ക്രൈബ് എ സിറ്റുവേഷൻ വെർ മാർജിൻ അനാലിസിസ് ക്യാൻ അപ്ലൈ ടു ബിസിനസ് ഡിസിഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു, മാർജിൻ അനാലിസിസ് ആക്സസ് ബെനിഫിറ്റ് ആൻഡ് കോസ്റ്റ് 1 അഡീഷണൽ യൂണിറ്റ് ഓഫ് ഡിസിഷൻ. നേരത്തെ നമ്മൾ പറഞ്ഞു. എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് സ്കേഴ്സിറ്റി, ഹൗ ഇറ്റ് ഇൻഫ്ലുവൻസ് ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റിയൽ ചോയ്സ്. സ്കേഴ്സിറ്റി നമുക്കറിയാം, നമ്മളെ വാണിസ് എന്താണ്, അൺലിമിറ്റഡ് വാണിസ് ആണ്, റിസോഴ്സ് ലിമിറ്റഡ് ആണ്. അപ്പൊ സ്കേഴ്സിറ്റി നമ്മളെ ഇൻഡിവിജ്വലിന്റെ ഓരോ ഡിസിഷനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സ്കേഴ്സിറ്റി ആയതുകൊണ്ട് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള നമ്മൾ എടുക്കുള്ളൂ. അത് സൊസൈറ്റിയിലും ഇതിന്റെ അലോക്കേഷനും ഡിസ്ട്രിബ്യൂഷനും ഒക്കെ എഫക്ട് ഉണ്ട്. ഗവൺമെന്റ് മസ്റ്റ് ഡിസൈഡ് വെദർ ടു അലോക്കേറ്റ് ഫണ്ട് ഫോർ ഹെൽത്ത് കെയർ ഓർ എഡ്യൂക്കേഷൻ ആസ് റിസോഴ്സ് കനോട്ട് മീറ്റ് ബോത്ത് നീഡ് ഫുള്ളി. ഓക്കെ, നമുക്ക് അറിയാം. ഇനി സെക്ഷൻ ബി ഇവിടെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, കുറെ എഴുതേണ്ടി വരും. നമ്മൾ ഇവിടെ വളരെ കൃത്യമായിട്ട് പറയുന്നത് എന്താണ്, പറയുന്ന കാര്യം ഇതിന്റെ ആൻസർ കീ മാത്രമേ പറയുന്നുള്ളൂ. അനലൈസ് ദ ട്രേഡ് ഓഫ് ബിറ്റ്വീൻ ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെന്റ് ഇൻ ദ ഷോർട്ട് റൺ സൈറ്റിംഗ് എ കണ്ടംപററി എക്സാമ്പിൾ. നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം, ട്രേഡ് ഓഫ് ബിറ്റ്വീൻ ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, ഫിലിപ്സ് കർവ് ആണ്. ഫിലിപ്സ് കർവ് നിർബന്ധമായിട്ട് വരക്കണം. ഫിലിപ്സ് കർവ് നിർബന്ധമായിട്ട് വരയ്ക്കുക. അത് ഇതിൽ ചെയ്യേണ്ട ഒന്നാണ്. എന്താണ് ഈ ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെന്റ് എന്താണ്, ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ്. ഇൻഫ്ലേഷൻ കൂടിക്കഴിഞ്ഞാൽ അൺഎംപ്ലോയ്മെന്റ് കുറയും. പോളിസീസ് മേക്ക് ആക്സെപ്റ്റ് ഹയർ ഇൻഫ്ലേഷൻ ടു റെഡ്യൂസ് അൺഎംപ്ലോയ്മെന്റ് ആൻഡ് വൈസ് വേഴ്സ. നമുക്ക് ഡ്യൂറിംഗ് ദ COVID-19 recovery, stimulus measures increased inflation but reduced unemployment by spurring economic activity. ഒരു എക്കോണമിയിൽ ഇൻഫ്ലേഷൻ കൂടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അൺഎംപ്ലോയ്മെന്റ് കുറയും. ഓക്കെ, ഗവൺമെന്റ് എന്ത് ചെയ്യാണ്, കൂടുതലായിട്ട് എക്കോണമിയെ സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും പദ്ധതിയാണ്. ആളുകളെ കയ്യിലേക്ക് പണത്തല്ല. അങ്ങനെ ആളുകളെ കയ്യിൽ പണത്തി കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ കൂടും. ഇൻഫ്ലേഷൻ കൂടിയാൽ എന്ത് ചെയ്യും, അൺഎംപ്ലോയ്മെന്റ് കുറയും. എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് അസംഷൻ ഇൻ എക്കണോമിക് മോഡൽ വിത്ത് ആൻ എക്സാമ്പിൾ. അസംഷൻ സിംപ്ലിഫൈ കോംപ്ലക്സ് റിയാലിറ്റി ടു ഫോക്കസ് സ്പെസിഫിക് റിലേഷൻഷിപ്പ് ഇൻ മോഡൽസ്. അവിടെ അസംഷൻ എന്ത് എഴുതണം, അപ്പം അസംഷന്റെ ഫീച്ചേഴ്സ് എഴുതണം. അതിന്റെ കൂടെ തന്നെ അവിടെ വളരെ കൃത്യമായിട്ട് അസംഷൻ എന്തിനാണ് ഉപയോഗിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, സിംപ്ലിഫൈ ചെയ്യാനാണ്. അപ്പൊ നമുക്ക് അതിനൊരു എക്സാമ്പിൾ എഴുതാൻ പറ്റുന്ന ലോ ഓഫ് ഡിമാൻഡ് എഴുതാം, ലോ ഓഫ് സപ്ലൈ എഴുതാം, കൺസംഷൻ ഫംഗ്ഷൻ ഇതിലൊക്കെ എഴുതാൻ പറ്റും. ഇതിൽ ലോ ഓഫ് ഡിമാൻഡിൽ എന്താണ്, സെറ്ററൈസ് പാരിബസ് നമുക്കറിയാം.
മറ്റെല്ലാ കാര്യങ്ങളും കോൺസ്റ്റന്റ് ആകുമ്പോൾ പ്രൈസിലുള്ള മാറ്റത്തിനനുസരിച്ച് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ എന്ത് ചെയ്യും, മാറ്റം ഉണ്ടാവും. പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയും. Discuss a command economy and its influence on resource allocation using example. In command economy, resource allocation is centrally planned, often leading to inefficiency. Command economy പറഞ്ഞാൽ ഗവൺമെന്റ് ആയിരിക്കും എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുക, അതെന്ത് ചെയ്യും, ഇനഫിഷ്യൻസിയിലേക്ക് നയിക്കും. സോവിയറ്റ് യൂണിയനിൽ ഉണ്ടായിരുന്ന സെൻട്രലൈസ്ഡ് പ്ലാനിങ് അതെന്ത് ചെയ്യും, ഓവർ പ്രൊഡക്ഷനിലേക്ക് നയിച്ചു. സെർട്ടൺ ഗുഡിൽ ചിലതിൽ ഷോർട്ടേജ് വന്നു, അതെന്ത് ചെയ്യും, ഡ്യൂ ടു പുവർ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. അപ്പം അത് എന്ത് ചെയ്യും, റിസോഴ്സ് അലോക്കേഷനെ വളരെ രീതിയിൽ അഫക്ട് ചെയ്യും. അപ്ലൈ ദ കോൺസെപ്റ്റ് ഓഫ് ഇൻവിസിബിൾ ഹാൻഡ് ടു എക്സ്പ്ലെയിൻ മാർക്കറ്റ് ഔട്ട്കം ഇൻ ദ ടെക്നോളജി ഇൻഡസ്ട്രി. ഇൻവിസിബിൾ ഹാൻഡ് എല്ലാവർക്കും അറിയാം. മാർക്കറ്റിലെ ഡിമാൻഡിനും സപ്ലൈയും ഒരു ഇൻവിസിബിൾ ഹാൻഡ് ഉണ്ട്, ഒരു അദൃശ്യ കൈയുണ്ട് മാർക്കറ്റ് കറക്റ്റ് ചെയ്യുന്നതിൽ. ഓക്കെ, അതാണ് നമ്മൾ പ്രധാനമായിട്ട് ഡിമാൻഡും സപ്ലൈക്ക് അനുസരിച്ചാണ് പ്രൈസ് തീരുമാനിക്കുക. മാർക്കറ്റ് അച്ചീവ് എഫിഷ്യൻസി ത്രൂ ഇൻഡിവിജ്വൽ പേഴ്സൺ സെൽഫ് ഇൻട്രസ്റ്റ്. അപ്പൊ ഇതിൽ ഒരു ടെക്നോളജി ഇൻഡസ്ട്രിയിലെ മാർക്കറ്റ് ഔട്ട്കം ആണ് explain competition in the smartphone market has led to continue innovation, better quality and lower price benefiting consumers. എന്ത് ചെയ്യും, മാർക്കറ്റിലുള്ള ഒരു സിസ്റ്റമാണ്. അപ്പോൾ സ്മാർട്ട് ഫോൺ മാർക്കറ്റിൽ വലിയ കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു മാർക്കറ്റാണ്. അവിടെ കണ്ടിന്യൂസ് ആയിട്ട് പുതിയ പുതിയ ഇന്നോവേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്, ബെറ്റർ ക്വാളിറ്റി വന്നിരിക്കുകയാണ്, ലോവർ പ്രൈസസ് വന്നിരിക്കുകയാണ്, ബെനിഫിറ്റിംഗ് കൺസ്യൂമേഴ്സ്. ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്താണ്, ആളുകൾ ഡിമാൻഡ് ചെയ്യും. ആ ഡിമാൻഡ് ചെയ്യുന്നതിനനുസരിച്ച് അവരെന്താ പുതിയ പുതിയ കാര്യങ്ങൾ ഇന്നോവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഹൗ ഡു പ്രൈവറ്റ് പ്രോപ്പർട്ടി റൈറ്റ് എൻകറേജ് ഇന്നോവേഷൻ ആൻഡ് എക്കണോമിക് പ്രോഗ്രസ്? ആളുകൾക്ക് പ്രൈവറ്റ് പ്രോപ്പർട്ടി റൈറ്റ് ഉണ്ടാവുമ്പോൾ എന്ത് ചെയ്യും, ആളുകൾ കൂടുതലായിട്ട് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ തീരുമാനിക്കും, ഇൻവെസ്റ്റ്മെന്റ് കൂടും, ഇന്നോവേഷൻ കൂടും, അതെന്ത് ചെയ്യും, എല്ലാ മേഖലയിലും ബെനിഫിറ്റ് ഉണ്ടായിരിക്കും. പാറ്റന്റ് ലോസ്, ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി എൻകറേജ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഫോർ ന്യൂ മെഡിസിൻ. ആളുകൾക്കുള്ള പാറ്റന്റ്, ഒരു സാധനം കണ്ടുപിടിച്ചാൽ അതിന്റെ അവകാശം നമുക്ക് തരും. അതിനാണ് പാറ്റന്റ് ലോ എന്ന് പറയുന്നത്. അതെന്ത് ചെയ്യും, ഈ ഫാർമസ്യൂട്ടിക്കൽ ഏത് മേഖലയിലാണെങ്കിലും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ശ്രമിക്കും. ഓക്കെ, ഡിസ്ക്രൈബ് ദ പ്രോഫിറ്റ് സിസ്റ്റം, ഹൗ ഇറ്റ് ഡീൽസ് വിത്ത് ബിസിനസ് റിസ്ക് ഇൻ എ കോമ്പറ്റീറ്റീവ് മാർക്കറ്റ്. പ്രോഫിറ്റ് സിസ്റ്റം റിവാർഡ് ബിസിനസ് ദാറ്റ് ടേക്ക് കാൽക്കുലേറ്റഡ് റിസ്ക് ആൻഡ് സക്സീഡ്. ലോസസ് എൻകറേജ് ബിസിനസ് ടു അഡാപ്റ്റ് എക്സിറ്റ് ദ മാർക്കറ്റ് എന്ന് പറയാൻ പ്രോഫിറ്റ് സിസ്റ്റം ഉണ്ടായാലും എന്ത് ചെയ്യുള്ളൂ, ആളുകൾ റിസ്ക് ആയിട്ട് ഡീൽ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ റിസ്ക് എടുക്കാൻ തയ്യാറാകുന്നതുകൊണ്ടാണ്, കൂടുതലായിട്ട് പ്രോഫിറ്റ് കിട്ടുമെന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ പ്രോഫിറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക റിസ്ക്കും സക്സീഡിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. ലോസസ് ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ കമ്പനി അഡാപ്റ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, അത് മാർക്കറ്റ് എക്സിറ്റ് ചെയ്യേണ്ടി വരും. എ ടെക് സ്റ്റാർട്ടപ്പ് ഇൻവെസ്റ്റ് ഇൻ എ ന്യൂ ആപ്പ്, റിസ്ക് ഇൻ ഫെയിലിയർ. ഈ സക്സസ്ഫുൾ പ്രോഫിറ്റ് റിവാർഡ് ദ റിസ്ക്, ഇഫ് നോട്ട് ലോസസ് ഇൻഡിക്കേറ്റ് ഇൻഎഫിഷ്യൻസി. ഓക്കെ, ചിലപ്പോൾ ഓരോ സ്റ്റാർട്ടപ്പ് ഒരു പുതിയ ആപ്പ് കണ്ടുപിടിച്ച് ചിലപ്പോൾ റിസ്കിങ് ആയിരിക്കും, അത് ഫെയിലിയർ. സക്സസ്ഫുൾ ആയാലും എന്ത് കിട്ടും, അതിന് പ്രോഫിറ്റ് കിട്ടും. ലോസ് ആണെങ്കിൽ എന്ത് ചെയ്യും, ഇൻഎഫിഷ്യൻസി കൊണ്ടായിരിക്കും. ഹൗ ഡു പ്രസന്റ് എക്കണോമിക് ചോയ്സസ് ഇമ്പാക്ട് ഫ്യൂച്ചർ ഗ്രോത്ത് പോസിബിലിറ്റി ഇൻ എക്കോണമി? ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ, എഡ്യൂക്കേഷൻ, ടെക്നോളജി എൻഹാൻസ് ഫ്യൂച്ചർ ഗ്രോത്ത് എന്ന് പറയാൻ പ്രസന്റിലുള്ള എക്കണോമിക് ചോയ്സ്, പ്രസന്റിൽ എടുക്കുന്ന ഡിസിഷൻ എന്ത് ചെയ്യും, ഫ്യൂച്ചർ ഗ്രോത്തിനെ ബാധിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചറിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം, എഡ്യൂക്കേഷനിൽ ഇൻവെസ്റ്റ്മെന്റ് എടുത്താൽ, ടെക്നോളജിയിൽ ഇൻവെസ്റ്റ്മെന്റ് എടുത്താൽ അത് ഫ്യൂച്ചറിലായിരിക്കും അതിന്റെ ഗ്രോത്ത് ഉണ്ടാവുക. അപ്പൊ അത് വിശദമായിട്ട് പറയണം. Invest in renewable energy today, ensure sustainable resource for future generation. Explain how market system promote progress and technological innovation using case study. എങ്ങനെയാണ് മാർക്കറ്റ് സിസ്റ്റം പ്രോഗ്രസ് ചെയ്യുന്നത് ടെക്നോളജിക്കൽ ഇന്നോവേഷനും യൂസിങ് കേസ് സ്റ്റഡി. കോമ്പറ്റീറ്റീവ് പ്രഷർ ഇൻ ദ മാർക്കറ്റ് ഡ്രീവ് ഫേംസ് ടു ഇന്നോവേറ്റ് ടു റിമെയിൻ പ്രോഫിറ്റബിൾ. ഒരു കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് ആയിരിക്കും, മാർക്കറ്റ് സിസ്റ്റത്തിൽ എല്ലാവരും തമ്മിൽ പോരാട്ടമായിരിക്കും, ഒരു മത്സരമായിരിക്കും. അപ്പൊ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ടെസ്ല അഡ്വാൻസ്മെന്റ് ഇൻ ഇലക്ട്രിക് വെഹിക്കിൾ ഹാവ് പുഷ്ഡ് കോമ്പറ്റീറ്റീവ്സ് ടു ഇന്നോവേറ്റ് ട്രാൻസ്ഫോമിംഗ് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി. അപ്പൊ നമ്മളിപ്പോൾ 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പറഞ്ഞു. അപ്പൊ നമ്മൾ ഇവിടെ കൃത്യമായിട്ട് പറയേണ്ടത്, ഇപ്പം ഇവിടെ മാർക്കറ്റ് സിസ്റ്റം ചോദിച്ചു, അപ്പൊ എന്താണ് മാർക്കറ്റ് സിസ്റ്റം അവിടെ എഴുതണം. ഓക്കെ, അങ്ങനെ ഓരോ കാര്യത്തിലും എന്താണ് എന്നുള്ള എഴുതണം. പ്രോഫിറ്റ് സിസ്റ്റം എന്ത് എന്നുള്ളത് എഴുതണം, പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്താണെന്ന് എഴുതണം, ഇൻവിസിബിൾ ആൻഡ് എന്താണ് എഴുതണം. അങ്ങനെ ഓരോ ക്വസ്റ്റ്യനിലുള്ള ഡെഫിനിഷൻ, അതിന്റെ മറ്റ് ഫീച്ചേഴ്സും കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ എഴുതിയിട്ടാണ് ഈ കേസ് സ്റ്റഡി മറ്റു കാര്യങ്ങളൊക്കെ എഴുതേണ്ടത്. ഇനി സെക്ഷൻ സി 10 മാർക്കിൻ്റെതാണ്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ലേറ്റസ്റ്റ് ഫെയർ ക്യാപിറ്റലിസം, കമാൻഡ് സിസ്റ്റം ആൻഡ് മാർക്കറ്റ് സിസ്റ്റം. അപ്പൊ നമ്മൾ ആദ്യം എന്താണ് ലേറ്റസ്റ്റ് ഫെയർ സിസ്റ്റം എഴുതണം, അതിനൊരു ഉദാഹരണം കൂടി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ മിനിമം ഗവൺമെന്റ് ഇന്റർവെൻഷൻ, അതിന്റെ ഫീച്ചേഴ്സ്, അതിന്റെ അഡ്വാൻറ്റേജ്, അതിന്റെ ഡിസഡ്വാൻറ്റേജ് എഴുതണം. കമാൻഡ് എക്കോണമി എഴുതണം, അതിന്റെ ഫീച്ചേഴ്സ്, അതിന്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് എഴുതാൻ പറ്റുകയാണെങ്കിൽ. മാർക്കറ്റ് സിസ്റ്റം അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, അത് എഴുതാം. അതിന്റെ ഫീച്ചേഴ്സ് മറ്റു കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് അതിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജ് എഴുതാം. അപ്പൊ ഇത് നിങ്ങൾക്ക് നോട്ടായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ഒന്ന് ഗൂഗിളോ അല്ലെങ്കിൽ ChatGPT-യോ എടുത്തിട്ട് എന്താണ് ലേറ്റസ്റ്റ് ഫെയറിന്റെ അഡ്വാൻറ്റേജ്, അതിന്റെ ഡിസഡ്വാൻറ്റേജ് പോയിന്റ് ചെയ്താൽ മതി.
ഇനി ഇതേപോലെ വേണമെങ്കിലും എഴുതി വെക്കാം. ഇത് മൂന്നും തമ്മിലുള്ള വ്യത്യാസം ഒരു സിമ്പിൾ ആയിട്ടുള്ള ഇതിലേറെ എഴുതണം. ഓക്കെ, എസ് എ ആണ് 10 മാർക്കിനാണ്. ഓണർഷിപ്പ് ലൈസൻസ് ഫെയറിൽ പ്രൈവറ്റിനായിരിക്കും, കമാൻഡിൽ പബ്ലിക്കിനായിരിക്കും, മാർക്ക് സിസ്റ്റത്തിൽ മിക്സഡിനായിരിക്കും, ഡിസിഷൻ മേക്കിംഗ് ഇൻഡിവിജ്വൽ, ഗവൺമെന്റ്, ഷെയർഡ്. പ്രൈസ് ഡിറ്റർമിൻ സപ്ലൈ ആൻഡ് ഡിമാൻഡ്, ഗവൺമെന്റ് സപ്ലൈ ആൻഡ് ഡിമാൻഡ്. ഓക്കെ, പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത് എങ്ങനെയാണ്? റോൾ ഓഫ് ഗവൺമെന്റ് മിനിമം ആയിരിക്കും, എക്സ്റ്റെൻസീവ് ആയിരിക്കും, മോഡറേറ്റ് ആയിരിക്കും. കമാൻഡ് സിസ്റ്റത്തിൽ വളരെ കൂടുതലായിരിക്കും. ഇന്നോവേഷൻ ഹൈ ആയിരിക്കും. ഇതിൽ ലൈസൻസ് ഫെയർ ക്യാപിറ്റൽസ് കമാൻഡ് സിസ്റ്റത്തിൽ ലോ ആയിരിക്കും, മോഡറേറ്റ് ആയിരിക്കും. എക്സാമ്പിൾ 19th സെഞ്ചുറി ബ്രിട്ടനിലാണ്, ഇത് സോവിയറ്റ് യൂണിയൻ, ഇന്ത്യ, സ്വീഡൻ ഒക്കെയാണ് മാർക്കറ്റ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട മറ്റൊരു വസ്തുത, നിങ്ങൾ മുഴുവൻ ഭാഗത്തിന്റെയും മെറ്റീരിയൽ എടുത്ത് വായിച്ച് മനസ്സിലാക്കി അവിടെ എന്തെങ്കിലുമൊക്കെ നമുക്ക് കൂടുതലായിട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എക്സാമ്പിളൊക്കെ നമ്മൾ സെർച്ച് ചെയ്തൊക്കെ ഷോർട്ട് നോട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് പഠിക്കുക എന്നുള്ളത് നിങ്ങളോട് പറയാൻ പറ്റുള്ളൂ. ഇനി സയന്റിഫിക് മെത്തേഡ് ഇൻ എക്കണോമിക്സ് ആൻഡ് ഇറ്റ്സ് റിലവൻസ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. എന്താണ് സയന്റിഫിക് മെത്തേഡ്? അതിന്റെ സ്റ്റെപ്പ്, ഒബ്സർവേഷൻ, ഹൈപ്പോത്തിസിസ്, എക്സ്പെരിമെന്റ്, അനാലിസിസ്, കൺക്ലൂഷൻ. അതിന്റെ റിലവൻസ് എന്താണ് എഴുതുക? പോളിസി മേക്കേഴ്സിന് പോളിസിയുടെ ഔട്ട്കം പ്രഡിക്ട് ചെയ്യാൻ സാധിക്കും. സ്റ്റഡിയിങ് ദ എഫക്ട് ഓഫ് മിനിമം വേജ് ഇൻക്രീസ് ഓൺ എംപ്ലോയ്മെന്റ് ബിഫോർ ഇംപ്ലിമെന്റേഷൻ. മിനിമം വേജ് എഫക്ട് എന്ത് ചെയ്യാണ്? എഫക്ട് ഓഫ് മിനിമം വേജ് ഇൻക്രീസ് ചെയ്താൽ എംപ്ലോയ്മെന്റിൽ എങ്ങനെയാണ് അതിന്റെ എഫക്ട്, അതിന്റെ ഇംപ്ലിമെന്റേഷൻ. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിലുള്ള തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കിയത് കെയ്ൻസിന്റെ തിയറി പ്രകാരമാണ്. കെയ്ൻസ് പറയുന്നത് പാവപ്പെട്ട ആളുകളിലേക്ക് ഇൻകം എത്തിയാൽ എക്കോണമി ബൂസ്റ്റ് ആയിക്കോളും. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ അവരിലേക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ഒരു മെഷർമെന്റ് ആണ് ഇത് തൊഴിലുറപ്പ് പദ്ധതി. അപ്പോൾ ഈ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, താങ്ക് യു.